പുതിയ തൊഴിൽ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ത്യൻ റെയിൽവേയിൽ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് നിയമനത്തിന് റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചു. 9970 ഒഴിവുകളാണ് ഉള്ളത്. തിരുവനന്തപുരം RRBയിൽ 148 ഒഴിവുണ്ട്. ITI അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ബിരുദം അല്ലെങ്കിൽ ഡിപ്ലോമ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷയുടെ അടിസ്ഥാനത്തിലാണ് തിരഞ്ഞെടുപ്പ്. അടിസ്ഥാന ശമ്പളം 19,900 രൂപ. വിദ്യാഭ്യാസ യോഗ്യത SSLCയും ഫിറ്റർ അല്ലെങ്കിൽ ഇലക്ട്രീഷ്യൻ അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റ് മെക്കാനിക് അല്ലെങ്കിൽ മിൽറൈറ്റ്, മെയിൻ്റനൻസ് മെക്കാനിക് റേഡിയോ TV ഇലക്ട്രോണിക്സ് മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ വയർമാൻ ട്രാക്ടർ മെക്കാനിക് ആർമേച്ചർ ആൻഡ് കോയിൽ വൈൻഡർ മെക്കാനിക് ഡീസൽ ഹീറ്റ് എഞ്ചിൻ ടർണർ മെഷീനിസ്റ്റ് റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് മെക്കാനിക് ട്രേഡുകളിൽ ITIയും NCVT അല്ലെങ്കിൽ SCVT അല്ലെങ്കിൽ SSLCയും മേൽപ്പറഞ്ഞ ട്രേഡുകളിൽ അപ്രന്റീസ്ഷിപ്പും പൂർത്തിയായിരിക്കണം. അല്ലെങ്കിൽ SSLCയും മെക്കാനിക്കൽ ഓർ ഇലക്ട്രിക്കൽ ഓർ ഇലക്ട്രോണിക്സ് ഓർ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് എന്നീ വിഷയങ്ങളിലോ ഇവയുടെ കോമ്പിനേഷനായുള്ള വിഷയങ്ങളിലോ നേടിയ ത്രിവത്സര ഡിപ്ലോമയ്ക്ക് പകരം ഇതേ വിഷയങ്ങളിൽ എഞ്ചിനീയറിംഗ് ബിരുദം നേടിയവർക്കും അപേക്ഷിക്കാം. പ്രായം 18 മുതൽ 30 വയസ്സ് വരെ. SC/ST വിഭാഗക്കാർക്ക് 5 വർഷത്തെ OBC ഓർ NCL വിഭാഗക്കാർക്ക് 3 വർഷത്തെയും ഇളവ് ലഭിക്കും. വിധവകൾക്കും പുനർവിവാഹിതരാവാത്ത വിവാഹമോചിതർക്കും 5 വർഷം വരെ ഇളവിന് അർഹതയുണ്ട്. OBC NCL 8 വർഷം, SC/ST 10 വർഷം. വിമുക്ത ഭടന്മാർക്ക് സർവീസിനനുസരിച്ചും റെയിൽവേയിലെ ഗ്രൂപ്പ് C, ഗ്രൂപ്പ് D ജീവനക്കാർക്കും റെയിൽവേയിൽ ആക്ട് അപ്രന്റീസ്ഷിപ്പ് പൂർത്തിയാക്കിയവർക്കും നിയമാനുസൃത വയസ്സിളവ് ലഭിക്കുന്നതാണ്. ശാരീരിക യോഗ്യത അപേക്ഷ ശാരീരിക ക്ഷമത ഉണ്ടായിരിക്കണം. കാഴ്ചശക്തി ദൂരക്കാഴ്ച കണ്ണടയില്ലാതെ 6/6 സമീപ കാഴ്ച കണ്ണടയില്ലാതെ 0.6 ലേസിക് സർജറി നടത്തിയവരും കാഴ്ച പ്രശ്നം പരിഹരണത്തിനായി മറ്റ് സർജറികൾ നടത്തിയവരും അപേക്ഷിക്കാൻ അർഹരല്ല. തിരഞ്ഞെടുപ്പ് 2 ഘട്ടങ്ങളിലായാണ് നടത്തുന്നത്. കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷയാണ്. പ്രാഥമിക ഘട്ടത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക്, അതായത് പ്രിലിമിനറി ഘട്ടത്തിൽ നിന്ന് മെയിനിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് 2ാം ഘട്ട പരീക്ഷയും കൂടാതെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, സർട്ടിഫിക്കറ്റ് പരിശോധന, മെഡിക്കൽ പരിശോധന എന്നിവ നടത്തിയാവും അന്തിമമായ തിരഞ്ഞെടുപ്പ് നടത്തുക. SC/ST വിഭാഗക്കാർക്കും OBC NCL വിഭാഗക്കാർക്കും EWS വിഭാഗക്കാർക്കും വിമുക്ത ഭടന്മാർക്കും തിരഞ്ഞെടുപ്പിൽ ഇളവ് ലഭിക്കും. പരീക്ഷ പ്രാഥമിക ഘട്ടത്തിലെ കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷ CBT-1 സ്ക്രീനിംഗ് ടെസ്റ്റായി നടത്തും. ഒബ്ജക്റ്റീവ് ചോയ്സ് മാതൃകയിലാണ് ചോദ്യങ്ങൾ ഉണ്ടാവുക. ആകെ 75 ചോദ്യങ്ങളാണ് ഉണ്ടാവുന്നത്. ശരിയുത്തരത്തിന് 1 മാർക്ക് വീതം ലഭിക്കും. തെറ്റുത്തരത്തിന് 1/3 നെഗറ്റീവ് മാർക്ക് ഉണ്ടായിരിക്കും. മലയാളം ഉൾപ്പെടെയുള്ള ഭാഷകളിലും ചോദ്യങ്ങൾ ലഭിക്കും. പരീക്ഷയ്ക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഷ നമ്മൾ തിരഞ്ഞെടുക്കണം. ഭാഷ ഓൺലൈൻ അപേക്ഷയിൽ രേഖപ്പെടുത്തണം. ജനറൽ EWS വിഭാഗക്കാർക്ക് 40%, OBC NCL SC വിഭാഗക്കാർക്ക് 30%, SC/ST വിഭാഗക്കാർക്ക് 25% എന്നിങ്ങനെയാണ് 1ാം ഘട്ട പരീക്ഷയിൽ വിജയിക്കാനുള്ള മാർക്ക്. മാത്തമാറ്റിക്സ്, മെൻ്റൽ എബിലിറ്റി, ജനറൽ സയൻസ്, ജനറൽ അവയർനെസ് എന്നീ വിഷയങ്ങളെ ആസ്പദമാക്കിയാണ് ചോദ്യങ്ങളുണ്ടാവുക. വിശദമായ സിലബസിലെ വെബ്സൈറ്റിലെ വിജ്ഞാപനം, അതിൽ നോട്ടിഫിക്കേഷൻ ഉണ്ട്. ആ നോട്ടിഫിക്കേഷൻ കണ്ടാൽ മതി. അപേക്ഷ ഫീസ് വനിതകൾക്കും ട്രാൻസ്ജെൻഡേഴ്സിനും SC/ST വിഭാഗക്കാർക്കും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കും ന്യൂനപക്ഷങ്ങൾക്കും വിമുക്ത ഭടന്മാർക്കും 250 രൂപയും മറ്റുള്ളവർക്ക് 500 രൂപയുമാണ് ഫീസ്.
ഇതിൽ ഒന്നാം ഘട്ട പരീക്ഷ എഴുതിയാൽ വനിതകൾക്കും ട്രാൻസ്ജെൻഡേഴ്സിനും SC/ST വിഭാഗക്കാർക്കും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കും മതന്യൂനപക്ഷങ്ങൾക്കും വിമുക്തഭടന്മാർക്കും പൂർണ്ണമായും മറ്റുള്ളവർക്ക് 400 രൂപയും തിരികെ ലഭിക്കും. അപേക്ഷ തിരുവനന്തപുരം ഉൾപ്പെടെ രാജ്യത്തെ 20 റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡുകളിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. ഓൺലൈനായാണ് അപേക്ഷിക്കേണ്ടത്. ഉദ്യോഗാർത്ഥിക്ക് ഏതെങ്കിലും ഒരു RRBയിലേക്ക് മാത്രമേ അപേക്ഷിക്കാനാവുകയുള്ളൂ. പാസ്പോർട്ട് സൈസ് കളർ ഫോട്ടോ, ഒപ്പ്, യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ എന്നിവ വിജ്ഞാപനത്തിൽ നിഷ്കർഷിച്ചിട്ടുള്ള മാതൃകയിൽ സ്കാൻ ചെയ്ത് വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യണം. അപേക്ഷ സമർപ്പിച്ചതിന് ശേഷം തിരുത്തൽ വരുത്തുവാൻ ആഗ്രഹിക്കുന്നവർക്ക് 250 രൂപ അധികം നൽകി അപേക്ഷ തിരുത്താവുന്നതാണ്. വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും RRBയുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. തിരുവനന്തപുരം RRBയുടെ വെബ്സൈറ്റ് ഇപ്പോൾ പറയാം: www.rrbtiruvananthapuram.gov.in. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി മെയ് 11 ഇതാണ് വെബ്സൈറ്റിൽ തന്നിരിക്കുന്ന നോട്ടിഫിക്കേഷൻ. 30 പേജിൻ്റെ നോട്ടിഫിക്കേഷനാണ്. ഒഴിവുകളുള്ള RRB സ്ഥലങ്ങളാണ് ഈ പറഞ്ഞിരിക്കുന്നത്. അതിൽ തിരുവനന്തപുരവും പറഞ്ഞിട്ടുണ്ട്. റിക്രൂട്ട്മെൻറ്റ് ഓഫ് അസിസ്റ്റൻറ്റ് ലോക്കോ പൈലറ്റ്. 12/4/2025 മുതലാണ് ഇത് അപേക്ഷ സമർപ്പിക്കാനുള്ള ഡേറ്റ് തുടങ്ങിയത്. ക്ലോസിംഗ് ഡേറ്റ് 11/5/2025 രാത്രി 11:59 വരെ. ഫീ പേയ്മെൻറ്റിൻ്റെ ആപ്ലിക്കേഷൻ 13/5/2025 അതും 11:59 വരെയാണ്. ഡേറ്റ് ഓഫ് മോഡിഫിക്കേഷൻ വിൻഡോ ഫോർ കറക്ഷൻ ഇൻ ആപ്ലിക്കേഷൻ ഫോം വിത്ത് പേയ്മെൻറ്റ് മോഡിഫിക്കേഷൻ ഫീ. ഞാനിപ്പോൾ വായിച്ചില്ലേ, മോഡിഫിക്കേഷൻ എന്തെങ്കിലും തിരുത്തൽ എന്തെങ്കിലും വരുത്തുന്നതിന് 250 രൂപ പേയ്മെൻറ്റ് അധികം അടച്ചിട്ട് നമുക്ക് തിരുത്തൽ വരുത്താം. അത് 14 തീയതി മുതൽ മെയ് 14 തീയതി മുതൽ ഓപ്പൺ ചെയ്യും. 23 തീയതി വരെ സൈറ്റ് ഓപ്പൺ ആയിട്ടിരിക്കും. Application invited from eligible candidates for the following posts mentioned in the table below. Applications must be submitted online only. Latest by 23.59 hours of closing date for submission of online application. ലോക്കോ പൈലറ്റ്, അസിസ്റ്റൻറ്റ് ലോക്കോ പൈലറ്റ്. നിങ്ങൾ ഈ നോട്ടിഫിക്കേഷൻ നോക്കി വായിച്ച് മനസ്സിലാക്കിയെടുക്കുക. 30 പേജ് ഉള്ള നോട്ടിഫിക്കേഷനാണിത്. അപ്പോൾ ഞാൻ അതിൻ്റെ ബ്രീഫാണ് ഇപ്പോൾ മലയാളത്തിൽ വായിച്ചത്. നിങ്ങൾ വായിച്ച് ഒന്നുകൂടി മനസ്സിലാക്കിയെടുക്കുക. അപ്പോൾ ലാസ്റ്റ് ഡേറ്റിന് മുമ്പായിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങൾ ഓർത്തിരിക്കുക. ആവശ്യമായ ക്വാളിഫിക്കേഷൻസും പിന്നെ കണ്ണിൻ്റെ കാഴ്ചയുടെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ കറക്റ്റ് ഒരു ഡോക്ടറിൻ്റെ പോയിട്ട് ഐ സ്പെഷ്യലിസ്റ്റിൻ്റെ പോയി ഇതെല്ലാം ചെക്ക് ചെയ്ത് അതുപോലെ തന്നെ ഉണ്ടാവും എന്ന് നോക്കുക. നിങ്ങൾക്ക് ഇതിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ യോഗ്യതയും ഉണ്ടെങ്കിൽ അപേക്ഷിക്കാനായിട്ട് യോഗ്യതയുണ്ട്. അപ്പോൾ വേഗം തന്നെ നിങ്ങൾ അപേക്ഷിക്കുക. മറ്റൊരു വീഡിയോയുമായിട്ട് വേഗം തന്നെ വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.